Welcome back to my YouTube channel, and this introduction I'm taking after a long gap, by the way. ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ പുളകം കൊള്ളിക്കുന്ന ഒരു വസ്തുവാണ് ഭക്ഷണം, പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഉച്ചക്കത്തെയും രാത്രിയിലത്തെ ഫുഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് മിസ് ചെയ്യാൻ പറ്റത്തല്ല. ബിക്കോസ് എനിക്ക് എനർജി തരുന്ന ഒരേ ഒരു സാധനമാണ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഒന്നാണ് പൂരി വിത്ത് മസാല ഇഷ്ടമല്ല. എനിക്ക് പൂരിയും പച്ചമുളക്, ഇപ്പം മമ്മി ഇതുപോലെ വാട്ടിത്തരും കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ കൂട്ടത്തിൽ കട്ട തൈരും കൂടെ ഉണ്ടെങ്കിൽ ഐ ഫീൽ ലൈക്ക് ആഹാ ഹെവൻ, സ്വർഗം, അത്ര തന്നെ. പിന്നെ അന്നത്തെ വൈകുന്നേരം ഞാനിങ്ങനെ ഇപ്പം വൈകിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യണം. മഴ പെയ്യുന്ന സൗണ്ട് ഉണ്ടാവും, വണ്ടി പോകുന്ന സൗണ്ടും ഉണ്ടാവും, ബട്ട് എല്ലാം ഇഗ്നോർ ചെയ്യണം. സോ എൻ്റെ ഈവനിങ് ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. എല്ലായിടത്തും ഇപ്പം ഇരുണ്ട് മൂടിയ കാലാവസ്ഥയാണല്ലോ, എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഹേയ്, എൻ്റെ കൈയാണ് കേട്ടോ അവിടെ നിന്ന് ഹൈ കാണിക്കുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടൈമൊക്കെ ഒരു 2 മിനിറ്റിൻ്റെ ഗ്യാപ്പിനെ മഴ നിൽക്കാറുള്ളൂ, ബാക്കിയൊക്കെ ടൈം ഹെവി മഴയാണ്. അപ്പം ഞാനത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഇരിക്കുന്നത്, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വിഷയമുണ്ടല്ലോ, അതിൻ്റെ മൂട്ടി പോയി ഇങ്ങനെ എക്സ്ക്യൂസ് മീ, നിനക്കിത് ചിക്കൻ കാലായിട്ടാണോ തോന്നുന്നത്? എൻ്റെ കൈ ആണോ? എടി നിനക്ക് നാണം ഉണ്ടോടി? നിനക്ക് ഇങ്ങനെ ഇത് ചിക്കൻ കാലല്ലടി. നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവേടി. പടക്കണി പോടി എടി പോറ്റി. മഴയും കാറ്റും ആയതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് പ്ലാവിലെ ചക്കയൊന്നും കഷ്ടപ്പെട്ട് പറിക്കണ്ട, എല്ലാം നൈസായിട്ട് ഇങ്ങ് പോകുന്നുള്ളൂ. നമുക്കും കിട്ടി വിയറ്റ്നാം പഴുത്ത ചക്ക. ആഹാ, എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയാമോ? ത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ട് ഇരിക്കുന്നത്. അകത്ത് കയറിയ ഇരുട്ടാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നല്ല മഴയും നല്ല മഴക്കാറും നല്ല കാറ്റുമാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്തോ? ഞാനൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന ലെവലാണ് ഇപ്പം നിൽക്കുന്നത്. പിന്നെന്താ, പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വ്ലോഗ് ഇട്ടിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഫേസൊക്കെ കാണിച്ചിട്ട് എൻ്റെ ശബ്ദമിട്ട് ഒരു വ്ലോഗ് ഇട്ടിട്ട് ഞാൻ കുറേ ദിവസങ്ങളായി. ഐ നോ ഐ ടുക്ക് എ ലോങ് ഗ്യാപ്പ്. മുന്നേ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് അങ്ങനെ റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ തക്ക റീസൺസും കാര്യങ്ങളൊന്നുമില്ല, ഇട്ടില്ല, അത്ര തന്നെ. പക്ഷേ ഞാൻ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു, യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റ, ഇതൊക്കെ ഞാൻ ഇടുന്നുണ്ടായിരുന്നു. ആൻഡ് ഇൻസ്റ്റയിൽ എനിക്ക് ഒരു വീഡിയോയ്ക്ക് 2 മില്യൺ അടിച്ചു. ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനി മടി പിടിച്ചിരുന്ന യൂട്യൂബ് 0യിലേക്ക് പോകും. സോ ബെറ്റർ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടുവാണെന്നുണ്ടെങ്കിൽ സെറ്റായിരിക്കും എന്നുള്ളത്. അയ്യോ, ഇനി ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നനഞ്ഞ് കുളിച്ച് വീണ്ടും കുളിക്കേണ്ട പരുവത്തിലായിരിക്കും. അത്രയ്ക്കും ഹെവി റെയിനാണ് എൻ്റെ പുറത്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴോ വ്ലോഗ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ എയർപോർട്ട് പരിസരം കാണാൻ വൻ വൈബാണ്. എനിക്കിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നല്ല ഗ്രീനറിയും കാറ്റും കാറും സുഖം കാണുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. പച്ചപ്പ്, മഴ, കാറ്റ്, കുറേ അറിയാൻ മേലാത്ത ചെടികൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണിത്, ഈ കിടന്നിങ്ങനെ ആടുന്നത്. ഇതിൻ്റെ കൊലയിലെ കവുങ്ങാണ്, നിറച്ച് ചുമല കളറിലെ പാക്കുണ്ട്. അന്നത്തെ ഡേ ഷിഫ്റ്റും കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ വീട്ടിലെത്തി. രാത്രിയിൽ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മമ്മി ഉണ്ടാക്കിയ സ്പെഷ്യൽ കുമ്പളപ്പം. നമ്മുടെ ചക്ക സീസൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ വീട്ടിലും ചക്കക്കുരു, ചക്കച്ചോള ഇതൊക്കെ തന്നെയായിരിക്കുമല്ലോ. പക്ഷേ എനിക്ക് ചക്ക കൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കിയാൽ ഞാൻ എല്ലാ ദിവസവും 3 നേരം വേണമെങ്കിൽ കഴിക്കും. ഐ ലൈക്ക് കുമ്പളപ്പം വരുമ്പോൾ. ഓടി വാ വാ വാ. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രം എനിക്ക്
രാവിലെ എണീക്കാൻ ഇഷ്ടമാണ്. അല്ലാത്ത പക്ഷം ഞാൻ ഒരു ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഒരു 7 മണിക്ക് മുന്നേയൊക്കെ എണീക്കുന്ന വ്യക്തിയല്ല. എനിക്ക് ഒരു 7 മണി 7:30 ആകുമ്പോഴാണ് എൻ്റെ റീല് കിട്ടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ എണീക്കണം. 8 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തണം. സോ അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റതാണ്. പിന്നെ നേരത്തെ എണീക്കുമ്പോൾ ഉള്ള ഗുണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രകൃതി രമണീയത കാണാം, രമണനെ കാണാം. ഇതൊക്കെയാണ് ഈ ഒരു സന്തോഷം. പിന്നെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ് ചുറ്റുപാടും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അതൊരു മോട്ടിവേഷൻ തരുന്ന സംഭവമാണ്. അയ്യോ, പക്ഷെ കൊതുക് എനിക്ക് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് ഡീമോട്ടിവേഷൻ ഒരുപാട് ഇഷ്ടമല്ല. മോട്ടിവേഷനേക്കാൾ ഇവിടെ ഡീമോട്ടിവേഷൻസാണ് കൂടുതൽ, മീൻസ് കൊതുകാണ് കൂടുതൽ. അയ്യോ, കയറട്ടെ. അങ്ങനെ ആശുപത്രി പോകാൻ ഞാൻ റെഡിയായി. ബേസിക്കലി ഞാൻ ഒരു സൽവാർ പേഴ്സൺ അല്ലേ, ചുരിദാർ എനിക്കിഷ്ടമല്ല. ജീൻസും ടോപ്പാണ് ഇഷ്ടം. പക്ഷെ മഴക്കാലത്ത് ഇതല്ലാതെ വേറെ നിവർത്തിയില്ല. ഒച്ച പുറത്ത് വരുന്നുണ്ടോയെന്ന് കൂടി അറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്കും പെരുമഴയാണ്. ഞങ്ങളുടെ വണ്ടി പാവം പെരുമഴയായിട്ട് നിന്ന് നനയാണ്. പാവം. ഞാൻ സംസാരിക്കുമ്പോൾ എത്രത്തോളം ഒച്ച പുറത്ത് വരും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉള്ള ഒച്ചയിൽ ഞാൻ സംസാരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തോട് കൂടിയിട്ട് എൻ്റെ ഐ ഷാഡോവിനും കൺമഷി പ്രയോഗത്തിനുമൊക്കെ പെർമനൻ്റ്ലി ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ പറയുകയാണ്. എനിക്ക് ഇനിയും തൊട്ട് ഐ ഷാഡോസും കൺമഷിയും ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എൻ്റെ കണ്ണിന് ഇവരെല്ലാം അലർജിക്കാണ്. ഇറ്റ്സ് ഓക്കെ, എനിക്ക് വിഷമമൊന്നുമില്ല, നല്ല സങ്കടമുണ്ട്. എൻ്റെ കണ്ണ് കുറച്ച് വലുപ്പമുള്ളതും ഒരു കണ്ണ് ചെറുതൊക്കെ. അപ്പോൾ അതിനെയൊക്കെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ബാലൻസ് ചെയ്തിട്ടാണ്, കൺമഷി ഇട്ടിട്ടാണ് ബ്യൂട്ടിഫുൾ ആകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്നത്തോടു കൂടി അതും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല. എന്തായാലും ഒരാഴ്ചത്തെ മരുന്നൊക്കെ ഉണ്ട്. സോ മരുന്ന് കഴിക്കണം, മരുന്ന് ഒഴിക്കണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് റിവ്യൂവിന് ഇവിടെ വരണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ മൈ മോം. ആ വിഷമത്തിൽ ഞാൻ പോയി പുരുകം ത്രെഡ് ചെയ്തു. കാർഡ് പോലെ ഇരിക്കുന്ന എൻ്റെ പുരുകം ഞാൻ വെട്ടി ഒതുക്കിയതാ, ഈ പരിവാക്കി. നൈസ് ഒരു വെട്ടുള്ള കാരണം വൺ ടാസ്ക്കാണ് എൻ്റെ പുരുകം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ ദാറ്റ് ഉച്ചക്കത്തെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളുടെ പേട്ടയിലുള്ള ഹാപ്പി ഫാസ്റ്റ് ഫുഡ് സെൻറ്ററിൽ വന്നു. നമ്മൾ നെയ്ച്ചോറ് വാങ്ങിച്ചോട്ടോ, നെയ്ച്ചോറ് അമ്പരിയുള്ളവിടുത്തെ നെയ്ച്ചോറ്. ദെൻ ഇത് അന്നത്തെ നൈറ്റ് ഷിഫ്റ്റിന് ഷൂട്ട് ചെയ്തതാണ്. വീണ്ടും മഴ വൈബ് ഒക്കെ പിടിച്ച് ഞാനിങ്ങനെ കാറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ വിളക്കിടന്ന് ആടുന്ന കണ്ടോ, എനിക്കത് കണ്ടപ്പോൾ ദേവദൂതനിലെ ചില സീനുകളൊക്കെ ഓർമ്മ വന്നു. മഴക്കാലം വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ക്രേവിങ്സ് കൂടുതലായിരിക്കും. അതായത് ചൂടോടുകൂടി എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കി തരുന്ന സാധനമാണ് ചിക്കൻ മാഗി നൂഡിൽസും കൊണ്ട് ഈ ഒരു ഐറ്റം. എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. അത് പ്ലേറ്റിൽ വെച്ച് കഴിക്കാനുള്ള സാവകാശം പോലും ഞാൻ എൻ്റെ വയറിന് കൊടുക്കാറില്ല, കൈക്കും കൊടുക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് ഇങ്ങനെ കുറച്ച് നുള്ളി കഴിക്കും. വൺ ടേസ്റ്റാണ് ഈ സാധനം. ഇതിൻ്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യണേ. മഴയൊക്കെ ഒന്ന് മാറി ജസ്റ്റ് വെയിലൊക്കെ ഉദിച്ച് വന്നപ്പോൾ ആ ഉദിച്ച സമയം കൊണ്ട് സെറ്റ് റെഡി ആയിട്ടൊന്ന് പുറത്ത് പോവാണ്. അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. നോക്കിയേ, വെയിൽ കണ്ടോ, മഴ ഒന്ന് മാറിയതേ ഉള്ളൂ. അപ്പോൾ ഉദിച്ച വെയിലിന് വൻ ചൂടാണ്, ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഓർഡർ ചെയ്യാൻ കൊടുക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. നിങ്ങൾ ഈ ബനിയൻ മുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ഇത് പപ്പായുടെ ബനിയനും എൻ്റെ ബനിയനും കൂടിയിട്ടാണ്. പിന്നെ ഒരു സൈഡ് മഴക്കാറും ഒരു സൈഡ് വെയിൽ. പിന്നെ ഒന്നും നോക്കിയില്ല. ഇപ്പം ഞാൻ ഈ പോകുന്ന സമയത്ത് നല്ല വെയിലാട്ടോ. ട്രിവാൻഡ്രത്തെ കാലാവസ്ഥ ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നോക്ക്, എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഇത്ര നേരം ഘോരമായ വെയിലായിരുന്നു. ഇപ്പോൾ നല്ല മഴക്കാറാവാറായി. യെസ്, മിക്കവാറും പെയ്യാൻ സാധ്യത ഉണ്ടാവും. ഈ സാധനം എത്ര പേർക്കറിയാം? ഇത് എന്തിൻ്റെ കായാണ്? അമ്മയെ പോയി അതാ
ഇതെന്തിൻ്റെ കായാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഇത് പൊട്ടിച്ച് നമ്മൾ കൈനകം ആർട്ടിഫിഷ്യൽ നെയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വെച്ച് കാണിച്ചു തരാം കേട്ടോ. സോറി ഗൈസ്, ആർട്ടിഫിഷ്യൽ നെയിൽ സക്സസ്ഫുള്ളി ഫെയിൽഡ്. മിഷൻ കംപ്ലീറ്റ്ലി ഫെയിൽഡ്. ആ സാധനമേ കാണാതെ പോയി. അത് പൊട്ടിക്കാൻ വലിയ പാടാണ്. ഇതൊക്കെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ പറമ്പിലുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ കിട്ടും, പക്ഷെ വളരെ വിരളമാണ്. സോ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അങ്ങനെ 10 മിനിറ്റും 40 സെക്കൻഡും നീണ്ടു നിന്ന് എൻ്റെ ഒരു വ്ളോഗ് അവസാനിപ്പിക്കാൻ ഞാൻ വൈൻഡപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വന്നിരിക്കുകയാണ്. മോഹന വാഗ്ദാനങ്ങളൊന്നും എനിക്ക് നിങ്ങൾക്ക് തരാനില്ല. അടുത്ത വീഡിയോയിൽ കാണാം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം കണ്ടിന്യൂസ് വീഡിയോ ഇടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കാറില്ല. ഇനി അടുത്ത വീഡിയോ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ മാലൂം നിഹി, അറിഞ്ഞുകൂടാ. വരും കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ വരും. പിന്നെ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിന്യൂസ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ, അപ്പോൾ അതിൽ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ റെഗുലറായിട്ടും എൻ്റെ വീഡിയോസ് വരും. അപ്പോൾ വേറൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.